കോഴിക്കോട്ടങ്ങാടിയെ തേജോമയമാക്കിയ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, മഹാനായ CM വലിയുള്ളാഹ്. അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്, പ്രത്യക്ഷത്തിൽ അവർ ദുനിയാവിന്റെ ഹാലത്തുകൾ പലപ്പോഴും അവരിൽ കാണാൻ കഴിയും. നമ്മളിൽ ഏകദേശ നേരമെല്ലാം ആഖിറത്തിന്റെ കാര്യമാണ് കാണാൻ കഴിയുക. നല്ല നല്ല കുപ്പായിട്ട് പൗഡറിട്ട് വലിയ ചൊങ്കനായ രൂപത്തിൽ ഒന്നുമില്ലാതെ ബഹുമാനപ്പെട്ട CM-നെ കാണുന്നു. പലപ്പോഴും ഒരു ദിക്റിലോ തസ്ബീഹിലോ പലപ്പോഴും നമ്മൾ കാണാത്ത നേരമായിരിക്കും പലപ്പോഴും ഉണ്ടാവും. നമ്മൾ സദാസമയവും ദിക്റിലാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജസദിനെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ റൂഹിനെയും സിറിനെയും അള്ളാഹുവിലേക്ക് ഫനായിലാക്കാൻ കഴിഞ്ഞു എന്ന നിലക്ക് അവർ വിജയിച്ചു. റൂഹിന് അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയൂല. അതുകൊണ്ടാണ് അവർ മരിച്ചാൽ ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയുന്നത്. നമുക്ക് ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? സിർറ് എന്നൊരു സംഗതി ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയൂല. ഇവിടെ വളരെ എന്താണ് ഔലിയാക്കന്മാരെ പ്രത്യേകത? എന്ത് വിഷയം? ഒന്നാ, അള്ളാഹു തുറക്കാതെ ഒരു അബുൽ വഫാക്കും തുറന്നു കിട്ടൂല, ആർക്കും തുറന്നു കിട്ടൂല, ഒരാൾക്ക് തുറന്നു കിട്ടൂല. അള്ളാഹു തുറക്കണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم قراءة تعليمه علم الإنسان ما لم يعلم. ഇതാണ് ഈ ദീനിന്റെ ഏറ്റവും മർമ്മപ്പെട്ട കാര്യം. അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയുക തന്നെ വേണം. അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരുന്നാൽ ഒരിക്കലും അള്ളാഹുവിന്റെ വാതിൽ തുറന്നു കിട്ടൂല. അള്ളാഹു അത് അറിയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ മർമ്മപ്പെട്ട ഈ വിഷയത്തിന്റെ മർമ്മം ഗൗരവമായി മനസ്സിലാക്കണം. അള്ളാന്റെ ഔലിയാക്കൾ അള്ളാന്റെ ഇബാദാണ്, നമ്മളും അള്ളാന്റെ ഇബാദാണ്. അവർ അള്ളാഹുവിന്റെ ഖൽഖാണ്, നമ്മളും അള്ളാഹുവിന്റെ ഖൽഖാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തു, നമുക്ക് അള്ളാഹു തആല തുറന്നു തന്നില്ല. എന്താണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹു ഇടപെടാത്ത ഒരു കാര്യം ഉമ്മത്തിനുണ്ട്, അബ്ദിന് ഉണ്ട്. അത് ഖാലിസത്തായ അബ്ദിന്റെ നിയ്യത്ത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിജയിച്ചത് അവരുടെ നിയ്യത്തുകൾ ഖാലിസത്തായിരുന്നു എന്നത്. നമ്മൾ പരാജയപ്പെടുന്നതും നമ്മുടെ നിയ്യത്ത് ഖാലിസത്തല്ല എന്ന നിലയിലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിജയിച്ചത് അവരുടെ നിയ്യത്ത് ഖാലിസത്താണ്. അവര് നിയ്യത്ത് ഖാലിസത്ത് എന്നാൽ അള്ളാഹു അല്ലാത്ത ഒരു കാര്യവും അവരിലില്ല. അവർ അള്ളാഹുവിൽ മാത്രം ചിന്തിച്ച ആളുകൾ. അവർ അള്ളാഹുവിലേക്ക് മാത്രം തവജ്ജുഹായ മുന്നിട്ട ആളുകളാണ്. അവരുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. കർമ്മങ്ങൾ അവർക്കും നമുക്കും ഒരുപോലെ. ഫർള് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. ഫർള് അവർക്ക് 17 റക്അത്താണ്, നമുക്ക് 17 റക്അത്താണ്. പിന്നെന്താ തമ്മിലുള്ള വ്യത്യാസം? സുന്നത്തോ ഈ കേവലമായ സുന്നത്തുകൾ പ്രത്യക്ഷമായ സുന്നത്തിന്റെ ജഡങ്ങളുമായി ബന്ധപ്പെടാത്തവരും ഉണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഫർള് മാത്രം ചെയ്യുന്നവരും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള നേരം മുഴുവനും അവർ തദബ്ബുറിനു വേണ്ടി, തദബ്ബുറിനും വേണ്ടി ചെലവഴിക്കും, അങ്ങനെയുള്ളവരും ഉണ്ടായിട്ടുണ്ട്. നമ്മളുള്ള നേരം മുഴുവനും ചിന്തിക്കണം, നമ്മളുള്ള നേരം മുഴുവനും ദിക്റിലായിരിക്കും. നമ്മുടെ ദിക്ർ ദുനിയാവും അവരുടെ ദിക്റില്ലായ്മ ആഖിറവുമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം, ഇതിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കാം. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നൊരു മഹാനുണ്ടായിരുന്നല്ലോ നമ്മുടെ മുന്നിൽ. അള്ളാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. കീശ്ശേരി അങ്ങാടിയിലെ ദാക്കിര്യങ്ങളായി നമ്മൾ പല ആളുകളും നട്ടുച്ച നേരത്തടക്കം ഇങ്ങനെ വെയിലത്തും മറ്റും നിന്ന് ആ മനുഷ്യന്റെ പീഡികയുടെ മുകളിൽ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കത്തിരിപ്പൂട്ടിൽ ഇരിക്കുന്ന ആ മനുഷ്യന്റെ മുഖത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും.
ഏകദേശം ആളുകളൊക്കെ കയ്യിൽ മാല ഉണ്ടാവും, അല്ലെങ്കിൽ തസ്ബീഹിന്റെ എന്തെങ്കിലും ഒന്നുണ്ടാവും, തസ്ബീഹിലോ ദിക്റിലോ സ്വലാത്തിലോ ആയിരിക്കും. അങ്ങനെ ദിക്ർ ചെല്ലും, ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കും. ആ മനുഷ്യൻ ദിക്റിലായി നമ്മൾ കാണുന്നേയില്ല. ആ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കും, എവിടെയൊക്കെ നോക്കാന്ന് പോലും അറിയൂല. ദിക്ർ ചെല്ലാത്ത മനുഷ്യൻ വലിയ ദിക്ർ ചെല്ലുന്നവനോ ഒന്നും അല്ലതാണ്, അവരവിടെ തന്നെ അപ്പോഴുള്ളത്. എന്താ അതിലവന് വ്യത്യാസം? ദിക്ർ ചെല്ലുന്നവന്റെ നിയത്തിൽ ദുനിയാവാണ്. ആ മനുഷ്യൻ ദിക്റിലല്ലാത്തൊരു സാധനവും സമയവും ഇല്ല. ഇന്തിത്തായി എന്നത് അവർക്ക് ഇല്ല. അവർ സദാസമയവും അള്ളാഹു എന്ന മഹിതമായ ചിന്തയിലാണ്. ഇവിടെയാണ് നിയ്യത്ത് ഖാലിസത്താവുക എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ദിക്റില്ലാത്തൊരു സമയം ഉണ്ടാവുകയില്ല. കോഴിക്കോട്ടങ്ങാടിയെ തേജോമയമാക്കിയ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, മഹാനായ CM വലിയുള്ളാഹ്. അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്, പ്രത്യക്ഷത്തിൽ അവര് ദുനിയാവിന്റെ ഹാലത്തുകൾ പലപ്പോഴും അവരിൽ കാണാൻ കഴിയും. നമ്മളിൽ ഏകദേശ നേരമെല്ലാം ആഖിറത്തിന്റെ കാര്യമാണ് കാണാൻ കഴിയുക. നല്ല നല്ല കുപ്പായിട്ട് പൗഡറിട്ട് വലിയ ചൊങ്കനായ രൂപത്തിൽ ഒന്നുമില്ലാതെ ബഹുമാനപ്പെട്ട CM-നെ കാണുന്നു. പലപ്പോഴും ഒരു ദിക്റിലോ തസ്ബീഹിലോ പലപ്പോഴും നമ്മൾ കാണാത്ത നേരമായിരിക്കും പലപ്പോഴും ഉണ്ടാവും. നമ്മൾ സദാസമയവും ദിക്റിലാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജസദിനെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ റൂഹിനെയും സിറിനെയും അള്ളാഹുവിലേക്ക് ഫനായിലാക്കാൻ കഴിഞ്ഞു എന്ന നിലക്ക് അവർ വിജയിച്ചു. റൂഹിന് അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയൂല. അതുകൊണ്ടാണ് അവർ മരിച്ചാൽ ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയുന്നത്. നമുക്ക് ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? സിർറി എന്നൊരു സംഗതി ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയൂല. ഇവിടെ വളരെ എന്താണ് ഔലിയാക്കന്മാരെ പ്രത്യേകതയുണ്ട്. വിഷയം ഒന്നാ, അള്ളാഹു തുറക്കാതെ ഒരു അബുൽ വഫാക്കും തുറന്നു കിട്ടൂല, ആർക്കും തുറന്നു കിട്ടൂല, ഒരാൾക്ക് തുറന്നു കിട്ടൂല. അല്ലാഹു തുറക്കണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, അഫമൻ ശറഹല്ലാഹു സദ്റഹു, ഒരുത്തന്റെ നെഞ്ചിനെ അല്ലാഹു തുറന്നു കൊടുത്തു. അഫമൻ ശറഹല്ലാഹ്, എവിടെയും ഒരാൾ തുറന്നു എന്നില്ല, അല്ലാഹു തുറന്നു കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെയാണ്. എന്നിട്ട് എന്റെ നമുക്ക് തുറക്കട്ടെ. ഒരാൾ തുറന്നു എന്നില്ല, അല്ലാഹു തുറന്നു കൊടുത്തു എന്നാണ്. ചിന്തിച്ചു നോക്ക്. ഒരുത്തന്റെ നെഞ്ചിനെ അല്ലാഹു തുറന്നു കൊടുത്താൽ, അഫമൻ ശറഹല്ലാഹ്, ഫായിലാരാ? വ്യക്തിയല്ല, തുറന്നതാരാ? അല്ലാഹ്. അല്ലാഹു തുറന്നു കൊടുക്കും. അല്ലാഹു തുറന്നാലല്ലാതെ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്കും കിട്ടൂല. അല്ലാഹു തുറക്കണം. നമുക്കും അല്ലാഹു തുറക്കണം, അവർക്കും അല്ലാഹു തുറക്കണം. മുത്തുനബിക്കും നിങ്ങൾ തുറന്നില്ലേ എന്ന് അല്ല ആയത്ത്. അലം നശ്റഹ്, നാം തുറന്നു തന്നില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഷാരിഹ് ആരാണ്? തുറക്കേണ്ട ആളാരാണ്? അള്ളയാണ്. എന്നിട്ട് എന്താ തുറക്കട്ടെ? നമുക്ക് ഇവിടെ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എവിടെ അങ്ങനെയാ? ഒരാൾ തുറന്നു എന്ന ആയത്തില്ല, അല്ലാഹു തുറന്നു കൊടുത്തു എന്നാണ് ആയത്ത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു, ഒരായത്ത് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ചിനെ നാം തുറന്നു തന്നില്ലേ. അപ്പോൾ മുത്തുനബി മുതൽ എല്ലാവർക്കും, അള്ളാന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു തുറന്നു കൊടുത്തതാണ്. അമ്പിയാക്കൾ സെലക്ടഡ് മെമ്പേഴ്സ് ആണ് എന്ന് വിചാരിക്കാം. നമ്മളോ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അല്ലാത്തവർക്കും തുറന്നിട്ടുണ്ടല്ലോ. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ وأوحينا إلى أم موسى. മൂസാ നബിയുടെ ഉമ്മാക്ക് വഹ്യ് എന്ന വാക്കാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. വഹ്യ് എന്നാണ്. നബിയാണോ? അല്ല, പെണ്ണ് നബിയാവില്ലല്ലോ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചില്ലേ? وأوحينا إلى أم موسى.
വഔഹൈനാ ഇലാ ഉമ്മി മൂസ. വലിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നേരത്തെ പണിയാണ്. എന്നാൽ ആയുസ് മുഴുവൻ പണിയെടുത്താൽ അബ്ദിന്റെ മഖാമിലേക്ക് പോലും കയറുകയുമില്ല. പിന്നല്ലേ വിലായത്ത്. ജയ്പാൽ ചോക്കി എന്ന ഒരാളെ ഒറ്റ നോട്ടം നോക്കിയതാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ്. അപ്പോൾ അയാൾ മുഅ്മിനായി, അപ്പോൾ അയാൾ ആരിഫായി, അപ്പോൾ അയാൾ കുതുബായി. ഒരൊറ്റ നോട്ടം. അതേ അജ്മീറിലെ നൂറുകണക്കിന് കൊല്ലം ദിക്ർ ചൊല്ലിയിട്ട് അബ്ദിയത്തിന്റെ മഖാമിൽ കയറാത്തവരും അന്നുണ്ടാകാം, ഇന്നുണ്ടാകാം. 30 കൊല്ലം ബഹുമാനപ്പെട്ട മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ 30 കൊല്ലം ദിക്റിൽ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അവസാനം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 30 കൊല്ലം ഞാൻ നിങ്ങൾ ദിക്റിൽ പങ്കെടുത്തിട്ട് എനിക്കൊരു തറക്കയും ഉണ്ടായില്ല, ഒരു പുരോഗതി ഉണ്ടായില്ല. അപ്പോൾ അവര് പരീക്ഷിച്ചൊരു പരീക്ഷണമുണ്ട്. അത് പറയേണ്ട ഒരു സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്ന ഈ സംഭവം ഈ ഖാദിൽ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഈ സംഭവം ആ സംഭവം ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ പറയാം ഇത് കാരണം എന്താ? 30 കൊല്ലം ആരെ കൂടെ ദിക്ർ ചൊല്ലി? അബൂ യസീദിന്റെ കൂടെ ദിക്ർ ചൊല്ലി റളിയല്ലാഹു അൻഹു. ആരാ അബൂ യസീദ്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ മഹാനായ അബൂ യസീദിന്റെ റളിയല്ലാഹു അൻഹു മുരീദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദ് മരണാസന്നനായപ്പോൾ വീട്ടുകാരും കുടുംബക്കാരും കരയാൻ തുടങ്ങി. അപ്പോൾ ഈ മുരീദ് പറഞ്ഞ്, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ എന്റെ ആഖിറ ആലോചിച്ച് കരയാണോ? കരയേണ്ട. എന്തുകൊണ്ട്? ഞാൻ ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ എന്നെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ മുങ്കർ നക്കീർ വരുമല്ലോ. മുങ്കർ നക്കീർ വന്നാൽ ഉടനെ ഞാൻ മുങ്കർ നക്കീറിനോട് പറയും, ലാ തസ്അലൂനി, നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. അന മുരീദ് അബൂ യസീദ്, ഞാൻ അബൂ യസീദിന്റെ മുരീദാണ്. ഞാൻ അബൂ യസീദ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു അത് വിശ്വസിച്ചവനാണ്, എന്ത് അംഗീകരിച്ചോ അത് അംഗീകരിച്ചവനാണ്, എന്ത് കൽപ്പിച്ചോ അത് നടപ്പിലാക്കിയവനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പുറത്തെ ഖബറിൽ എന്റെ ശൈഖ് അബൂ യസീദ് ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. ഈ സംഭവം ആരെങ്കിലും ഉദ്ധരിക്കല്ല. മഹാനായ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ ഔലിയാക്കൾ അവരുടെ ഖാലിസായ മുരീദന്മാർക്കുണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനത്തെ ആളാണ് അബൂ യസീദ് റളിയല്ലാഹു അൻഹു. ആ അബൂ യസീദിന്റെ കൂടെ റളിയല്ലാഹു അൻഹു 30 കൊല്ലം ദിക്ർ ചൊല്ലി പണിയെടുത്തിട്ട് ഒരാൾക്ക് ഒരു മഖാമിലേക്ക് കയറാൻ കഴിഞ്ഞില്ല എന്ന സംഭവവും സുമിതമായ സംഭവം തന്നെയാണ്. എന്നാലോ ഒരു സെക്കൻഡ് കൊണ്ട് വലിയാവും, ആ സെക്കൻഡ് കൊണ്ട് ആരിഫാവും, ആ സെക്കൻഡ് കൊണ്ട് ഖുതുബാവും. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ബഹുമാനപ്പെട്ട ഖാജയുടെ ആണ്ട് നടത്തുന്ന സമയമാണല്ലോ, ഉറൂസ് നടത്തുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഷരീഫില് ആയിരക്കണക്കിന് 10,000-കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടി മഹാനായ ഖാജയുടെ ആണ്ട് നടത്തുകയാണ്. അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതൊരു ആ അനുസ്മരണം എന്നതും നമ്മുടെ ഈ വാക്കിലുണ്ട്. അത്രയും വലിയ മഹാനാണല്ലോ ഖാജ. ഈ ഖാജയെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുവായ ജയ്പാൽ ചോക്കി എന്ന ആളെ ആ കാലഘട്ടത്തിലെ രാജാവ് നിയോഗിച്ചു. എന്താ ഉണ്ടായത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അവരുടെ മൗലിദിൽ പോലും ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാം. ഖാജയുടെ ഒരു മൗലിദ്, ഖാജയുടെ ഇർഷാദ് പ്രകാരം സ്വപ്നത്തിലും മറ്റുമായി ഖാജ ഇർഷാദ് ചെയ്തത് കാരണമായി, ഖാജ തംബീഹാക്കിയത് കാരണമായി ഖാജയുടെ ഒരു മൗലിദ് എഴുതിയിട്ടുണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. അവരുടെ ദർജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവിടെയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ജയ്പാൽ ചോക്കി എന്ന ആളെ തനി ജ്യോത്സ്യൻ, സാഹിർ, ഖാലിസായ സാഹിർ, സിഹ്റോ, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് സിഹർ. അത് ഖത്ലിനെക്കാളും വലിയ മൂത്താപ്പയാണ്. അതുകൊണ്ടാണല്ലോ ഖത്ലിനെക്കാളും മുന്തിച്ചിട്ട് കബായിറിൽ ഇത് പറയുന്നത്. അശ്ശിർക്കു ബില്ലാഹി വസ്സിഹർ എന്ന് പറഞ്ഞിട്ടാണ് വഖത്തുൽ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും വലിയ പണിയാണ്. ആരുടെ പണി? അതാണ് ആരുടെ പണി? ഈ ജയ്പാൽ ജോക്കിയുടെ പണി. ഒരൊറ്റ സെക്കൻഡിൽ ഇത് ശംസുൽ ഉലമ പറഞ്ഞത് കൊണ്ട് മാത്രം എന്ന് നീ വിചാരിച്ച് ഇനി ദോഷകൾ ഇതും പണിയെടുക്കണ്ട. ഒരൊറ്റ നോട്ടം കൊണ്ട് ഖുത്ബാനിയത്തിലായ ഇസ്ലാമിലായി ഖുത്ബുമായ ആളെ യാസീൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു
കാന സ്വാഇഅ സനം, അദ്ദേഹം ബിംബാശാരിയ, ബിംബങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു ഹബീബുൻ നജ്ജാർ എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ ഉണ്ട്. രണ്ട് പണിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതായി കാണുന്നത്. അദ്ദേഹം ഒരു പട്ടുകച്ചവടക്കാരനാണ്. പിന്നെയോ ഒഴിവ് സമയങ്ങളിൽ ബിംബങ്ങൾ ഉണ്ടാക്കി അന്താക്കിയ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കും. മറ്റുള്ളവർക്ക് ശിർക്ക് ചെയ്യാനുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പണിയാണ് ഒരു പണിയോ പട്ടുകച്ചവടം. ഈ രണ്ട് പണിയാണ് ആർക്കുണ്ടായിരുന്നത്? ഹബീബുൻ നജ്ജാറിനുണ്ടായിരുന്നത്. ഈ ആളെ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തിൽമീദന്മാര് കണ്ടുമുട്ടി. ബഹുമാനപ്പെട്ട ബുത്റസ് റളിയല്ലാഹു അൻഹു, ബൈബിൾ പറയുന്ന പത്രോസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹു, ബൈബിളിൽ പറയുന്ന മത്തായി, ഇവരൊക്കെയാണ് പറയുന്നത് എന്നാണ് ആ പറയപ്പെട്ട വളദിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഇത്നൈൻ എന്നതിൽ ഒന്ന് പത്രോസും ഒന്ന് മത്തായിയും ആണെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. അവർ മിൻ തലാമിദി ഈസാ, അവർ ഹവാരിയങ്ങളാണ് റളിയല്ലാഹു അൻഹുമാ. ഇവർ കണ്ടുമുട്ടി ആരെ? ഹബീബുൻ നജ്ജാറിനെ. ഈ ഹബീബുൻ നജ്ജാറിനെ ഒരൊറ്റ സമയത്ത് കണ്ടുമുട്ടിയപ്പോൾ ആ സമയത്ത് ചെറിയ ഒരു കാര്യം ചെയ്തു കൊടുത്തു മഹാനായ ബുത്റസ് റളിയല്ലാഹു അൻഹു. അതോടുകൂടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നല്ല, അതേ സമയത്ത് അദ്ദേഹം ആരിഫായി, അതേ സമയത്ത് അദ്ദേഹം ഖുതുബായി. അന്നാസു ഹയ്യൻ വ മയ്യിതൻ സാഹിബു യാസീൻ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. നസീഹത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച്, നസീഹത്ത് ചെയ്തുകൊണ്ട് മരിച്ചിട്ടും നസീഹത്ത് ചെയ്ത ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായത് യാസീനിൽ പറഞ്ഞ ഹബീബുൻ നജ്ജാർ ആണെന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിമായിട്ടോ ഒരു ദിവസം ഹബീബ് ജീവിച്ചിട്ടില്ല റളിയല്ലാഹു അൻഹു. വളരെ ചിന്തിക്കണം. ഖിയാമത്ത് നാൾ വരെയുള്ള ഔലിയാക്കന്മാരുടെ കഴിവുകൾ പറയാൻ വേണ്ടി ആധാരമായി നമ്മൾ ഉദ്ധരിക്കുന്നത് ഇതാണ്. ഈ സംഭവം ഉദ്ധരിച്ച് ശൈഖുനാ ഈ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവര് വഹാബികൾക്കെതിരെ മറുപടി പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കഴിയാത്ത കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി യാസീനിൽ പറഞ്ഞ ഹബീബുൻ നജ്ജാറിനെ മഹാനായ ശംസുൽ ഉലമയുടെ അനുജനും സുന്നത്ത് ജമാഅത്തിന്റെ പടവാളുമായിരുന്ന ഈ ഹസൻ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഖിയാമത്ത് നാൾ വരെയുള്ള ഔലിയാക്കന്മാരുടെ കഴിവുകൾക്ക് മാനദണ്ഡമായി പറയുന്ന ആളാണ് ആര്? ഹബീബുൻ നജ്ജാർ. ഈ ഹബീബുൻ നജ്ജാറോ ഒരു ദിവസം മുസ്ലിമായി ജീവിച്ചിട്ടില്ല. ഒരു ദിവസം. പ്രഭാതത്തിൽ ആട് മേക്കാൻ പോയപ്പോൾ ഇവരെ കണ്ടുമുട്ടി. അവിടുന്ന് വീട്ടിൽ വന്നു, അവിടെ വെച്ച് മുസ്ലിമായി. വൈകുന്നേരമാകുമ്പോൾ അന്താക്കിയയിൽ കുഴപ്പമുണ്ടായി. അപ്പോൾ ഓടി ഇത് ഹബീബുൻ നജ്ജാറിന്റെ വാക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത്? അവർ ഹബീബുൻ നജ്ജാറിനെ കൊന്നു. ഒരു 12 മണിക്കൂർ പോലും മുസ്ലിമായിട്ട് ഹബീബുൻ നജ്ജാർ ജീവിച്ചിട്ടില്ല. പിന്നെ എന്ത് നിസ്കാരം നോമ്പും ദിക്റും നേരെ എവിടെയാ? ഈ ഹബീബുൻ നജ്ജാർ ഖുത്ബാനിയത്തിൽ ആയില മഖാമിലാണ്. നമ്മളോ രാവും പകലും ദിക്ർ ചൊല്ലുന്ന നമ്മൾ അബ്ദിയത്തിന്റെ മഖാമിലോട്ട് കയറിയിട്ടുമില്ല. പോലെ ചിന്തിക്കണം. ചിന്തിച്ചാലേ മനസ്സിലാവും. ചിന്തിച്ചിട്ടില്ലെങ്കിലോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു പണി അങ്ങനെ നടത്തിപ്പോവും, അങ്ങനെ പോവും. പണി നടക്കണം. പെണ്ണുങ്ങളെ റാമത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവളുമായി അവളെ റൂമിൽ കണ്ടുമുട്ടാൻ കഴിയാത്ത കാലത്തോളം അവളെ ഫഖായിൽ പറഞ്ഞ പന്തലിരുന്നിട്ട് കുട്ടികളുണ്ടാവില്ലല്ലോ എന്നതുപോലെയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതങ്ങോട്ട് ലയിച്ച ആ രൂപത്തിലേക്ക് നമ്മളെ റൂഹ് ലയിക്കുന്ന അവസ്ഥ എത്തണ്ടേ? നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ തെളിവ് പറയാ. എന്തിന്? രണ്ടിനും ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ വലിയാകാനോ ആരിഫാകാനോ ഖുത്ബാകാനോ കാലഘട്ടം മുഴുവനും പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലഘട്ടം പണിയെടുത്തത് കൊണ്ട് വലിയോ ആരിഫോ ഖുത്ബോ ആവുകയും ഇല്ല. ആയിക്കൂടെ ആകാം, ആവാതിരിക്കാം. ഇനി പണിയെടുക്കേണ്ട ആവശ്യമില്ല. പണിയെടുക്കത്തില്ലെങ്കിൽ തന്നെ ഖുത്ബാകും. ബാബാ മൂതൂകീൻ ഖുത്ബായി വന്നോർ വനമാടേടിയിലും കെളി മികച്ചോറേ. ഓഹോ, എന്തേ നടന്നു? ഒന്നുമില്ല. ബാബാ മുതുകിൻ ഖുത്ബായി വന്നോർ എന്നാ പറഞ്ഞു.
അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഖുതുബാണ്. ആര്? അശേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ജനിക്കുന്നതിന് മുമ്പ് ഖുതുബാണ്. അപ്പൊ വിഷയത്തിന്റെ മർമ്മം നമ്മൾ ചിന്തിക്കണം. എന്താ വിഷയത്തിന്റെ മർമ്മം? അല്ലാഹ് ഫഫിറൂ ഇലല്ലാഹ് ഫഫിറൂ ഇലല്ലാഹ് ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഓടാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് ഓടിയവര് വലിയാകും, അവര് അബ്ദാകും. ആ ഓടുന്നതിന് കട്ടികൂട്ടിയാൽ അവർ വലിയാകും, അബ്ദാകും, പിന്നെ വലിയാകും, പിന്നെ ആരിഫാകും, പിന്നെ ഖുതുബാകും. അല്ലാഹുവിലേക്ക് ഓടിയവര് അവരുടെ ലക്ഷ്യം, അവരുടെ നിയ്യത്ത് വളരെ ഖാലിസത്താണ്. എന്തുകൊണ്ടാണ് വലിയായത്? വലിയുടെ നിയ്യത്ത് വളരെ ഖാലിസത്താണ്. അവർ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു, വിജയിച്ചു, നമ്മൾ തോറ്റു. എന്താണ് ആ കാര്യം? എന്താ കാര്യം? എവിടെ തോറ്റത്? ഇബ്ലീസ് നമ്മളെ ചതിക്കുന്ന മർസദിൽ, ചതിക്കാനിരിക്കുന്നിടത്ത് ഇരിക്കുമ്പോൾ അവനെ ഒഴിവാക്കുന്നതിൽ നമ്മൾ തോറ്റു. ഇബ്ലീസിന്റെ പതിസ്ഥലത്ത് നിന്ന് ഓട്ടുന്നതിൽ ഔലിയാക്കൾ വിജയിച്ചു. എന്നെ പോലെ ചിന്തിക്കണം. لأقعدن لهم صراطك المستقيم لأقعدن لهم صراطك المستقيم. സിറാത്തുൽ മുസ്തഖീമിന്റെ ഏറ്റവും വലിയ സ്ഥലത്ത് ഞാൻ വന്നിരിക്കും എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിരിഞ്ഞു പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അതെവിടെയാണ് സ്ഥലം? ആ സ്ഥലം, ഇബ്ലീസ് ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഇബ്ലീസ് ഇരിക്കൂല. ഇവിടെ ഇരുന്നിട്ട് ഇത് തിന്നു. ഇവിടെ ഇബ്ലീസിന് ഇരിക്കൂല. ഇവിടെ ഇബ്ലീസിന് ഇരിക്കാൻ പറ്റൂല. എന്റെ ഇത് അർശുർ റഹ്മാനാണ്, ഇത് അല്ലാഹുവിന്റെ അർശാണ് ഖൽബ്. എന്നാൽ ഇവിടെ ഇരിക്കും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫി ഖുലൂബിൻ നാസ് അല്ലദീ യുവസ്വിസു ഫി സുദൂരിൻ നാസ്. ഇവിടെ നെഞ്ചിൽ ഖൽബോ എപ്പോൾ അല്ലാഹ് എന്ന ചിന്ത പോയോ അപ്പോൾ തിന്നു. ചിന്തണ്ടോ? അല്ലാഹുവിന്റെ അർശാൻ തൊടാൻ പറ്റും. വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫയലാൻ, അല്ലാഹുവിന്റെ അൻബാറുൽ ഖുദ്സിയ ഇറങ്ങുന്ന സ്ഥലമാണ് സദ്ർ എന്ന് പറയുന്നത്. അതിന്റെ കേന്ദ്രമായ അർശാണ്, അല്ലാഹുവിന്റെ അർശാണ് ഖൽബ് എന്ന് പറയുന്നത്. എനിക്ക് താമസിക്കാൻ ഒരു വീടിനെ ശുദ്ധിയാക്കി വെക്കണം എന്ന് മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പോൾ അല്ലാഹുവോട് മൂസാ നബി തിരിച്ചു ചോദിച്ചു, കൈഫ അജിദു ബൈതൻ തസ്കുനു ഫീഹി യാ റബ്ബി വ അൻത റബ്ബി വ റബ്ബുൽ ആലമീൻ. റബ്ബേ, എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം എന്ന് മൂസാ നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു. അപ്പോൾ മൂസാ നബി ചോദിച്ചു, അല്ലാ, നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും? ഈ റബ്ബുൽ ആലമീനായ റബ്ബല്ലേ, നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീട് എവിടെ കിട്ടാനാണ്? ഇതിനാ മൂസ ഇതൊന്നും ചെയ്യേണ്ടതല്ല, ഓട്ടോമാറ്റിക്കൽ വരേണ്ടത്. വളരെ ചിന്തിക്കണം. ഈ പറയുന്നത് മനസ്സിലായാലേ ഇതിന്റെ ലാസ്റ്റ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ ശുദ്ധിയാക്കണമെന്ന് മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ മൂസാ നബി ചോദിച്ചു, പഠിച്ചോനെ, നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ ഈ മിസ്റിൽ എവിടെ കിട്ടാനാണ്? ഈ സിനായിൽ എവിടെ കിട്ടാനാണ്? ഈ ലോകത്ത് എവിടെ കിട്ടാനാണ്? റബ്ബുൽ ആലമീനായ റബ്ബല്ലേ, എങ്ങനെ കിട്ടും? അപ്പോൾ പറഞ്ഞു, നാം യാ മൂസ, ശരിയാണ് മൂസ, എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ നിങ്ങൾക്ക് ഭൂമിയിൽ എവിടെയും കിട്ടുകയില്ല എന്നത് ശരിയാണ്. ഭൂമിയിൽ മാത്രമല്ല, എനിക്ക് പാർക്കാൻ എന്റെ ഭൂമിയും പോരാ, എന്റെ ആകാശവും പോരാ. ولكن يسعني قلب عبدي حسبي ربي جل الله ما في قلبي غير الله النبي صلى الله حق لا إله إلا الله
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലാ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് പാർക്കാൻ ആകാശം മതിയാവൂല, എനിക്ക് പാർക്കാൻ ഭൂമി മതിയാവുകയില്ല. വലാകിൻ യസഉനി ഖൽബു അബ്ദി, എനിക്ക് സിംഹാസനമാകാൻ എൻ്റെ അടിമയുടെ ഹൃദയം മതിയാകുമെന്ന് അല്ലാഹു പറഞ്ഞു എന്ന് സയ്യിദുനാ മൂസ. ഒക്കെ പറ സയ്യിദുനാ മൂസ. അപ്പോൾ അല്ലാഹുവിന്റെ അർശാണ് ഏത്? ഖൽബ്. അവിടെ അമ്മ നിൽക്കൂല. ഇവിടെ അള്ളാന്റെ പണി നടക്കണം. അള്ളാന്റെ പണി അറിഞ്ഞാലോ പിന്നെ അവൻ ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അള്ളാന്റെ പണി അറിഞ്ഞിട്ടില്ലെങ്കിലോ എവിടെ ഇരിക്കാം? ഇവിടെ ഇരുന്നാൽ ഇത് തിന്നാൻ എളുപ്പമാണ്, ഇവിടെ ഇരുന്നാൽ ഇത് വിഴുങ്ങാൻ എളുപ്പമാണ്. സദസ്സിൽ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. സദസ്സിൽ വെറുതെ നോക്കിയിരുന്നിട്ട് ഇത് തലേ കയറൂല. ഇത് തലേ കയറാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്നിട്ട് ഇത് അവൻ വിഴുങ്ങും. അതുകൊണ്ടാണ് അവസാനത്തെ സൂറത്തിലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. വസ്വാസ് എന്നത് അവന്റെ പേരാണ്. വസ്വാസ് അവന്റെ പേരാണ്. വസ്വാസ് അവന്റെ പേരാണ്. അവന്റെ പേരാണ്. അവന്റെ പേരെന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിൻ ശർരിൽ വസ്വാസ്. വസ്വാസ് ശൈത്താന്റെ പേരാണ്. കൽപ്പണിക്കാരൻ കല്ലുമ പണിയെടുക്കും. സ്വർണപ്പണിക്കാരൻ പറയും മനുഷ്യന്മാരെ, സ്വർണത്തുമ പണിയെടുക്കും. കൽപ്പണിക്കാരൻ കല്ലുമ പണിയെടുക്കും. സ്വർണപ്പണിക്കാരൻ സ്വർണത്തുമ പണിയെടുക്കും. വസുവാസുകാരൻ വസുവാസുമ പണിയെടുക്കും. അതുകൊണ്ട് അവന്റെ പേര് വസുവാസൻ. എന്താ പണി? വസുവാസ്. പേരോ വസുവാസ്. അല്ലദീ യുവസ്വിസു. അപ്പൊ അവൻ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. എന്തിനിരിക്കും? വസുവാസ്. ഇവിടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കും. പക്ഷെ ഇത് വീഴും. എന്താണ് അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹംസി തങ്ങൾ ചെല്ലിയ ദിക്ർ പോലെ ചെല്ലിയ ആളുകൾ ഇപ്പം ഈ കൂട്ടത്തിലുണ്ടോ? ചിലപ്പോൾ അതിനേക്കാൾ ചെല്ലിയവരുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാ? ഇക്കിടക്കുന്ന മനുഷ്യൻ ചൊല്ലിയ ദിക്ർ പോലെ ദിക്ർ ചെല്ലിയ ആൾ ഈ കൂട്ടത്തിലുണ്ടാവാം. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഇപ്പം ഉണ്ടാവാം. അവർ നിസ്കരിച്ചിരുന്ന അത്ര സുന്നത്ത് നിസ്കരിച്ചവരും ഈ കൂട്ടത്തിലുണ്ടാകാം. കോഴിക്കോട്ടങ്ങാടി ഉണ്ടാകാം. പക്ഷേ അവരുടെ 10,000 മർത്തബയിലെ ഒരു പടിയിലേക്ക് പോലും കയറാൻ കഴിയില്ല. എവിടെ ജയിച്ചു എവിടെ തോറ്റു അത് ചിന്തിക്കണം. വെറുതെ 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 പിറുപിറുപിറുപിറുന്ന് ചെല്ലിയതുകൊണ്ടൊന്നും ഔലിയപ്പാപ്പാവും എന്നാരും വിചാരിക്കേണ്ട. ഗ്യാസ് പോകാൻ നല്ല സുഖം ഉണ്ടാവും എന്നല്ലാതെ ഔലിയപ്പാപ്പാവില്ല. വലിയ ചെല്ലി വലിയായതല്ല. വലിയന് ചെല്ലേണ്ട ആവശ്യമില്ല. വലിയ അല്ലാത്തവൻ ചെല്ലിയാൽ കൂലി കിട്ടും. കൂലി പുറത്തുള്ളവർക്ക് കൊടുക്കണതാ കൂലി, അകത്തുള്ളവർക്ക് കൂലി കൊടുക്കൂല. ഒരു പണിക്കാരനും മകനും കൂടി ബാപ്പാൻ്റെ തോട്ടത്തിൽ കളച്ചാൽ പണിക്കാരൻ വൈകുന്നേരം കയറി പോകുമ്പോൾ 800 രൂപ കൊടുക്കും. മകനോ ദിക്റില്ല, കൂലി ഇട്ടൂലേ? കൂലി പുറമക്കാർക്ക് കൊടുക്കണതാ, സ്വന്തക്കാർക്ക് കൂലി കൊടുക്കൂല. കൂലിക്ക് പണിയെടുക്കാത്രേ. കൂലിന്റെ പണി നിർത്തണം. കൂലി കൂലി എല്ലാവർക്കും കൂലിയാണ്. ലോക്കൽ മസ്ദൂരി കൂലി എല്ലാവർക്കും അടുത്ത് കൂലിയാ. കൂലി കിട്ടൂലേ? കൂലി കിട്ടൂലേ? ഞാനും എൻ്റെ വാപ്പാൻ്റെ കൂലിപ്പണിക്കാരെ കൂടെ എൻ്റെ വാപ്പാക്ക് പണിയെടുത്ത ആൾ തന്നെയാണ്. അവർക്കൊക്കെ കൂലി കൊടുക്കും. നമുക്ക് വൈകുന്നേരം 4 ചീത്തയും കിട്ടും. ഞാൻ എൻ്റെ വാപ്പാൻ്റെ പാടത്ത് വാപ്പാൻ്റെ പണിക്കാരെ കൂടെ പണി ഒരുപാട് കാലം പണിയെടുത്ത ആളാണ്. തോട്ടത്തിലും പണിയെടുക്കും, ഒപ്പം നിന്ന് പണിയെടുക്കും. വൈകുന്നേരം അവർക്ക് ഒരു കട്ടൻ ചായയോ മറ്റോ ഒക്കെ ബാപ്പ വൈകുന്നേരം കൊടുത്ത് കൂലിയും കൊടുത്ത് നാളെ വരണേട്ടാ എന്നവരോടൊക്കെ പറഞ്ഞ് നല്ല നിനക്ക് സലാം പറഞ്ഞ പോലെ പറഞ്ഞേക്കും. എന്നിട്ട് ഇന്ന പൂളിച്ച ചീത്ത പറയും. അങ്ങനെ കൊണ്ടാണെന്ന് പണിക്കാർ സ്വീപ്പായത്, അങ്ങനെ സ്വീപ്പായത്, അങ്ങനെ സ്വീപ്പായത്. ആ പണി എടുത്തിരുന്നെങ്കിൽ ഒരു അത് ചെയ്യായിരുന്നു. ഇജി പിന്നെ അങ്ങനെ ആയാൽ പിന്നെ പോലെ അങ്ങനെ ഇതെടുക്കും. നമുക്ക് 10 പൈസ ഇല്ല പറയും മനുഷ്യന്മാരെ.
നമുക്ക് പൈസ ഇല്ല, നമുക്ക് ചീത്തവാക്കി. അവർക്ക് നല്ല കട്ടൻ ചായ, എന്നിട്ട് പള്ള നിറച്ച് കൂലി. എന്താ കാര്യം? ഇത് സ്വന്തക്കാരൻ, ഇത് പുറത്തുള്ള ആള്. ഒരു കൂലിക്ക് പണിയെടുത്ത് തന്നെ